ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡ് കാനപ്പീസ് ആണ്. അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം അതിനായിട്ട് ഒരു വലിയ സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെക്കാം. പിന്നെ ഒരു 2-3 ക്യാരറ്റ് വേണം. അതും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെക്കാം. ഗ്രേറ്റ് ചെയ്താലും മതിയാവും, ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ വേണ്ടത് ക്യാപ്സിക്കമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടിയിട്ട് ചതച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കണം. ആദ്യം സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും ക്യാരറ്റും ക്യാപ്സിക്കവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ ക്യാരറ്റൊക്കെ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇത് ടൊമാറ്റോ സോസ് ചേർക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില കൂടി തൂവി കൊടുക്കാം. ഇനി അതിനായിട്ട് കുറച്ച് ചീസും കൂടി വേണം. അപ്പോൾ അതും കൂടി ഞാനൊന്ന് കട്ട് ചെയ്ത് വെക്കുവാണ്. അപ്പോൾ ഇത് എനിക്ക് ഷീറ്റായിട്ടുള്ള ചീസാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിതിന് വേണ്ടിയിട്ട് ഏത് ചീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം മൊസറല്ല ചീസൊക്കെ എടുക്കുകയാണെങ്കിൽ അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ മതിയാവും. അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ബ്രെഡ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു റൗണ്ടായിട്ടുള്ള ഒരു കട്ടർ വെച്ചിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 6 സ്ലൈസ് ബ്രെഡും ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ സ്ലൈസ് ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് നമ്മൾ നേരത്തെ എടുത്തതിൽ നിന്നും ചെറിയൊരു കട്ടർ എടുത്തിട്ട് നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നതിൻ്റെ നടുക്ക് കൂടി ഒരു റൗണ്ടും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു റിങ് കിട്ടും. നമുക്ക് ഈ റിങ്ങാണ് വേണ്ടത്. അപ്പോൾ 3 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ 3 സ്ലൈസ് ബ്രെഡിൽ നിന്നും ഇതുപോലെ
റിങ് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ജസ്റ്റ് 3 കാണിക്കുന്നതേ ഉള്ളൂ. നമുക്ക് എത്ര വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ 3 റിങ്ങും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നടുക്കത്തെ പോർഷൻ ആവശ്യമായിട്ട് വരില്ല, അത് വേണ്ട, അത് മാറ്റിയേക്കാം. എന്നിട്ട് വലിയ പീസ് ബ്രെഡിൽ കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് വെക്കാം. എല്ലാ പീസസിലും നമുക്ക് ബട്ടർ അപ്ലൈ ചെയ്ത് വെക്കാം. ഇനി തവ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ റിങ്സ് ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഒന്ന് തിരിച്ച് മറിച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ബട്ടർ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് പീസസിൻ്റെ മുകളിൽ ഈ റിങ്സ് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തായിട്ട് ചീസും നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന വെജിറ്റബിൾസിൻ്റെ ഫില്ലിങ്സും വെച്ച് കൊടുക്കാം. ആദ്യം കുറച്ച് ചീസ് വെച്ച് കൊടുക്കാം. ഇതുപോലെ ചീസ് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് അതിലേക്ക് വെജിറ്റബിളിൻ്റെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി ചീസ് വെച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് പാൻ ചൂടാക്കിയിട്ട് ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. പാൻ അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.